നമസ്കാരം. കുറേ കാലങ്ങൾക്ക് മുമ്പ് ബാലരമയിൽ വെള്ളാനകളെക്കുറിച്ച് വായിച്ചത് ഓർമ്മ വരുന്നു. വെള്ളാനകൾ എന്നുള്ള പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് അതിൻ്റെ അർത്ഥം? എങ്ങനെയാണ് അത് വന്നത് എന്നുള്ളതാണ്. വിശദമായിട്ടൊന്നും ഓർക്കുന്നില്ല, കാര്യം കുറേ വർഷങ്ങൾ മുമ്പ് വായിച്ചതാണ്. എങ്കിലും ഓർമ്മയുള്ള ചില കാര്യങ്ങൾ പറയാം. ബേസിക് കൺസെപ്റ്റ് ഇത് തന്നെയാണ്. ബാക്കി ചെറിയ മാറ്റങ്ങൾ വിട്ട് കളഞ്ഞേക്കാം. അതായത് സാധാരണ കറുത്ത ആനകളെ ഒരു സ്ഥലത്ത് കൊട്ടാരത്തിലോ അല്ലെങ്കിൽ എവിടെയെന്ന് വെച്ചാൽ വളർത്താറുണ്ട്. അവർക്ക് ഒരുപാട് ജോലികൾ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ പലപ്പോഴും ജോലിക്ക് അനുസൃതമായിട്ടുള്ള പരിചരണമോ ഭക്ഷണമോ അവർക്ക് വേണ്ട സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും പലപ്പോഴും കിട്ടാറില്ല. എന്നാൽ കൊട്ടാരത്തിൽ തന്നെ വെള്ളാനകളുണ്ട്. ഈ വെള്ളാനകൾക്ക് കാര്യമായിട്ട് ജോലി ഒന്നും ചെയ്യേണ്ട, പക്ഷെ അവർക്ക് രാജകീയ പരിചരണമായിരിക്കും. അവർക്കായിട്ടുള്ള സൗകര്യങ്ങൾ എപ്പോഴും എപ്പോഴും കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം ഇങ്ങനെ കാര്യമായിട്ടൊരു പണിയൊന്നും ചെയ്യാതെ, കാര്യമായിട്ട് കൊട്ടാരത്തിനോ അല്ലെങ്കിൽ വളർത്തുന്നവർക്കോ വലിയ ഗുണമൊന്നും ഉണ്ടാവാതെ, എന്നാൽ ഒരുപാട് എഫേർട്ടും സമയവും പൈസയും ചെലവഴിക്കപ്പെടുന്ന കാര്യങ്ങളെയാണ് വെള്ളാനകൾ, വൈറ്റ് എലഫൻസ് എന്ന് പറയാറുള്ളത്. പലപ്പോഴും ഇനി ഞാൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പറയാം. പലപ്പോഴും ഈ കറുത്ത ആനകൾക്ക് അവരുടെ ജോലിക്ക് ആനുപാതികമായിട്ട് വേണ്ട കാര്യങ്ങളൊന്നും കിട്ടാറില്ല. കാലങ്ങളായിട്ട് ഒരേ ഭക്ഷണം, ഒരേ സൗകര്യങ്ങൾ, കാലത്തിനനുസൃതമായിട്ട് യാതൊരു മാറ്റങ്ങളും ഈ പാവം പണിയെടുക്കുന്ന, യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്ന കറുത്ത ആനകൾക്ക് കിട്ടാറില്ല. എന്നാൽ അതേസമയം ഒരു പണിയും കാര്യമായിട്ടൊരു പണിയും എടുക്കാതെ സുഖമായിട്ട് ജനങ്ങളുടെ, കൊട്ടാരത്തിൻ്റെ പണം എന്ന് വെച്ചാൽ ജനങ്ങളുടെ നികുതി പണമാണല്ലോ, ജനങ്ങളുടെ നികുതി പണത്തിൽ കഴിയുന്ന ഈ വെള്ളാനകളാണെങ്കിൽ അവർക്കുള്ള സൗകര്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇതിൽ ഒരു അനീതി ഇല്ലേ? വളരെയധികം ബുദ്ധിമുട്ടി മെയിൻറ്റെയിൻ ചെയ്യുകയും എന്നാൽ വേണ്ടത്ര ഗുണം കിട്ടാതിരിക്കുകയും ചെയ്യുന്നവയെ ആണ് ഈ പദം കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇന്നത്തെ പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. PSC ചെയർമാന് ഇനി 4 ലക്ഷത്തിലേറെ ശമ്പളം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ശമ്പളവും പെൻഷനും വർദ്ധിപ്പിക്കും. ചെയർമാൻ്റെ ശമ്പള സ്കെയിൽ ജില്ലാ ജഡ്ജിയുടെ പരമാവധി സൂപ്പർ ടൈം സ്കെയിലിനും അംഗങ്ങളുടേത് ജില്ലാ ജഡ്ജിമാരുടെ പരമാവധി സെലക്ഷൻ ഗ്രേഡിനും സമാനമായി പരിഷ്കരിക്കും. 2,24,100 രൂപയാണ് അടിസ്ഥാന സൂപ്പർ ടൈം സ്കെയിൽ പരമാവധി അടിസ്ഥാന ശമ്പളം. ഈ നിരക്കിൽ ചെയർമാൻ്റെ ശമ്പളം 4 ലക്ഷത്തിലധികമായി വരും. ലെറ്റ് മി റിപ്പീറ്റ്, 4 ലക്ഷം. നിലവിൽ 2.6 ലക്ഷമാണ് അംഗങ്ങളുടെ അടിസ്ഥാന ശമ്പളം. അംഗങ്ങളുടെ അടിസ്ഥാന ശമ്പളം 2,19,990 രൂപയായിട്ടാണ് ഉയരുന്നത്. ഇവർക്കും ആനുകൂല്യങ്ങളടക്കം 4 ലക്ഷം രൂപ വരെ ലഭിക്കും. 2.42 ലക്ഷമാണ് ഇപ്പോൾ. അതിൽ നിന്നാണ് 4 ലക്ഷം, 1.6 ലാക്കാണ് കൂടുന്നത് പെർ മന്ത്. പിന്നെ പലതവണ മാറ്റിയതാണ് ഇപ്പോൾ വീണ്ടും അംഗീകരിച്ചത്. ചെയർമാനടക്കം 21 അംഗങ്ങളുണ്ട്. പെൻഷനിലും വർധന. സർക്കാരിന് 4.5 കോടിയുടെ അധിക ബാധ്യത എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ പെർസെ തന്നെ ഇത്രയ്ക്കും ഒരു ശമ്പളം കൊടുക്കത്തക്ക ജോലി ഇവർ ചെയ്യുന്നുണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് PSC നിയമനങ്ങൾ എത്രത്തോളം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്? എത്രത്തോളം ഒഴിവുകൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്? ഇനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ എത്രത്തോളം സ്ഥലങ്ങളിൽ അവ വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പാക്കാനും തെറ്റുകൾ തിരുത്താനും നടപടി സ്വീകരിക്കുന്നുണ്ട്? നമ്മുടെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള PSC ലിസ്റ്റുകളുടെ അവസ്ഥ, CPO ലിസ്റ്റ് ആണെങ്കിലും പല ലിസ്റ്റുകളുടെ അവസ്ഥ പത്രം വായിക്കുന്ന, സാമാന്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. ഇപ്പോൾ വേണ്ടത്ര റിപ്പോർട്ടിംഗ് നടക്കുന്നില്ല. ഉള്ള വേക്കൻസീസ് വേണ്ടത്ര രീതിയിൽ ഫില്ലപ്പ് ആവുന്നില്ല. ഒരുപാട് കരാർ നിയമനങ്ങളും കാര്യങ്ങളുമാണ് നടക്കുന്നത്. ലിസ്റ്റുകളിൽ തുടക്കത്തിലുള്ള നല്ല റാങ്കുകൾക്ക് പോലും അവസരങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് PSCയുടെ ഒരു ഏകദേശ പ്രവർത്തനം. ഒരുപാട് ചെറുപ്പക്കാരുടെ ഭാവി തുലാസിലാണ്. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ PSC ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം കൂട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ സംസ്ഥാനത്തിനാണെങ്കിൽ വളരെയധികം നല്ലൊരു സാമ്പത്തിക സ്ഥിതി ആയിരുന്നെങ്കിൽ ഓക്കെ, പിന്നെയും പോകാൻ. ഇവിടെ നമുക്ക് കടത്തിൻ്റെ മേളിൽ കടമാണ്. വേണ്ട ഒരു കാര്യങ്ങൾക്കും പൈസ തികയാത്തൊരവസ്ഥയാണ്. പാവം അംഗനവാടി ജീവനക്കാർ 7,000 രൂപയാണ് അവർക്ക് ശമ്പളം. നമ്മുടെ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്ട് ഓഫ് അവർ ഹെൽത്ത് കെയറിൽ വളരെ പ്രധാനപ്പെട്ട ജോലി വഹിക്കുന്നവരാണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നുള്ള ആശാ വർക്കേഴ്സ് ഉൾപ്പെടെ നമ്മുടെ കൺമുൻപിൽ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അവർ 7,000 നിന്നുള്ള മിനിമം ഇൻക്രിമെൻ്റ് ആണ് ചോദിക്കുന്നത്. അതുപോലും കൊടുക്കാതെ അതിന് പല സാമ്പത്തികമായിട്ടുള്ള ന്യായങ്ങളും മുട്ടാപ്പോക്കുകളും പറയുന്ന അതേ സമയത്ത് തന്നെയാണ് ഇവിടെ ഒരു ഭാഗത്ത് 4 ലക്ഷത്തിലേറെ ശമ്പളം ഉണ്ടാകുന്നത്. പാവം കറുത്ത ആനകൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ അവർക്കത് ലഭിക്കാതെ വെള്ളാനകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസമാണ് ഇവിടെ കാണുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയേണ്ടത്? നൈതികത, മാനവികത, പ്രാക്ടിക്കാലിറ്റി, എക്കണോമിക് ആസ്പെക്ട്സ്, ഇതൊന്നും ഇതിൽ നോക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു നിരാശാജനകമായ കാര്യമാണ്. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം? കൂടുതൽ ഇതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. സാമ്പത്തിക അസമത്വം ഓൾറെഡി നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ഉള്ളൊരു കാര്യമാണ്. അതിനെ വീണ്ടും കൂട്ടുന്ന, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഗ്യാപ്പ് വീണ്ടും വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കരുത് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ.
എസ്പെഷ്യലി കടത്തിൽ നിന്ന് കടത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും നേരിടുന്ന നമ്മുടെ പോലത്തെ ഒരു സംസ്ഥാനത്ത്. ഇത്രയും മാത്രം പറയുന്നു. ഈ വാർത്ത കണ്ടപ്പോൾ ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി. ഇനിയും വെള്ളാനകൾക്ക് വേണ്ടി ചെലവഴിക്കാൻ നമ്മുടെ പക്കൽ പണമില്ല. കറുത്ത ആനകൾക്ക് പോലും ഭക്ഷണവും സൗകര്യങ്ങളും കിട്ടാത്തൊരവസ്ഥയാണ്. അവരാണ് കൂടുതലായിട്ട് പണിയെടുക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. താങ്ക് യു.